അത്യാധുനിക ചരക്ക് വിമാനം വഡോദരയിൽ ആദ്യ പരീക്ഷണ പറക്കൽ നടത്തി. രാജ്യത്തെ വ്യോമയാന പ്രതിരോധ നിർമ്മാണ മേഖലയിലെ ഒരു വലിയ മുന്നേറ്റത്തിലാണ് ഈ നേട്ടം വിലയിരുത്തപ്പെടുന്നത്. വഡോദരയിലെ ഫൈനൽ അസംബ്ലി ലൈനിൽ നിന്നാണ് വിമാനം ബുധനാഴ്ച കന്നി പരീക്ഷണം നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ എയർബസും ഡേറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡും തമ്മിലുള്ള പങ്കാളിത്തത്തിലൂടെയാണ് ഈ വിമാനം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന 40 വിമാനങ്ങളിൽ ആദ്യത്തേതാണിത്. ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽപ്പെടുന്ന ആദ്യത്തെ സൈനിക വിമാനമാണിതെന്ന പ്രത്യേകതയും ഈ പദ്ധതിക്കുണ്ട്. എയർബസ്, ടാറ്റ ഗ്രൂപ്പ് എന്നിവയ്ക്ക് പുറമെ രാജ്യത്തുടനീളമുള്ള നിരവധി ചെറുകിട ഇടത്തരം സംരംഭങ്ങളും ഈ വിമാനത്തിന്റെ ഭാഗങ്ങളും നിർമ്മിക്കുന്നതിൽ പങ്കാളികളായിട്ടുണ്ട്. ഈ വർഷം ആദ്യം മേക്ക് ഇൻ ഇന്ത്യ തന്നെ C-295 വിമാനം വ്യോമസേനയ്ക്ക് കൈമാറാനാണ് സംവിധാനം ചെയ്യുന്നത്. വിവിധ ഉദ്ദേശങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന ഈ വിമാനം ചരക്ക് നീക്കം, നിരീക്ഷണം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ഏറെ സഹായകരമാണ്. 2024 ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസും ചേർന്നാണ് വഡോദരയിലെ ഈ നിർമ്മാണ ശാഖ ഉദ്ഘാടനം ചെയ്തത്. അതേസമയം ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നതിനായി സ്വകാര്യ കമ്പനികളിൽ നിന്ന് പ്രപ്പോസലുകൾ കേന്ദ്ര സർക്കാർ ക്ഷണിച്ചിരുന്നു. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ചരിത്രപരമായ മാറ്റത്തിന് തുടക്കമിട്ടുകൊണ്ടാണ് AMCA പദ്ധതിക്കായി സർക്കാർ താൽപര്യപത്രം പുറപ്പെടുവിച്ചിരുന്നത്. ഇതാദ്യമായാണ് ഒരു പ്രധാന യുദ്ധവിമാന പദ്ധതിയിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ ഒഴിവാക്കി സ്വകാര്യ കമ്പനികളെ ക്ഷണിക്കുന്നത്. ഏകദേശം 15,000 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിയിലൂടെ ആന്ധ്രാപ്രദേശിലെ പുതിയ കേന്ദ്രത്തിൽ വെച്ച് 5 പ്രോട്ടോടൈപ്പുകൾ വികസിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിക്ക് പൂർണ്ണമായും ധനസഹായം നൽകുന്നത് സർക്കാരാണ്. ഡേറ്റ ആൻഡ് ടി തുടങ്ങിയ പ്രമുഖ ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന കൺസോർഷ്യങ്ങളാണ് നിലവിൽ ഈ മത്സര രംഗത്തുള്ളത്. ഡേറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം, L&T, BEL, ഡൈനാമാറ്റിക്സ്, ഭാരത് ഫോർജ്, BEML, ഡേറ്റ പാറ്റേൺസ് എന്നിവയാണ് ഈ കൺസോർഷ്യങ്ങൾ. അത്യാധുനികമായ ഈ യുദ്ധവിമാനം സജ്ജമാകുന്നതോടെ അമേരിക്കയും റഷ്യയും ഉൾപ്പെടുന്ന അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിക്കും. സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ സുപ്രധാനമായ ഒരു മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്പനി പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ആന്ധ്രാപ്രദേശിലെ പുട്ടാപർത്തിയിൽ പുതുതായി നിർമ്മിക്കുന്ന 650 ഏക്കറിലുള്ള അത്യാധുനിക സൗകര്യത്തിലായിരിക്കും വിമാനത്തിന്റെ 5 പ്രോട്ടോടൈപ്പുകൾ ഒരു സ്ട്രക്ചറൽ ടെസ്റ്റ് വിമാനം നിർമ്മിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട കമ്പനികൾക്ക് വിശദമായ ബിഡുകൾ സമർപ്പിക്കാൻ 2-3 മാസം സമയമുണ്ട്. 2027 ജനുവരി-മാർച്ച് കാലയളവിൽ കരാർ നൽകുമെന്നും വിമാനത്തിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് പരീക്ഷണം 2028-നും 2032-നും ഇടയിൽ നടക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. 2035 ശേഷം മാത്രമേ ഈ വിമാനങ്ങൾ സേനയുടെ ഭാഗമാവുകയുള്ളൂ. സിംഗിൾ സീറ്റ് ഇരട്ട എഞ്ചിൻ വിമാനമായിരിക്കും നിർമ്മിക്കുക. ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതിരിക്കാനുള്ള പ്രത്യേക ആവരണങ്ങളും ആയുധങ്ങൾ വിമാനത്തിനുള്ളിൽ തന്നെ സൂക്ഷിക്കാനുള്ള സംവിധാനവും ഇതിനുണ്ടാകും. US വിമാനങ്ങളായ F-22, F-35 എന്നിവയ്ക്ക് സമാനമായ സാങ്കേതിക വിദ്യയാണിത്. 55,000 അടി ഉയരത്തിൽ വരെ പറക്കാൻ കഴിയുന്ന ഈ വിമാനത്തിന് 1,500 കിലോ ആയുധങ്ങൾ ഉള്ളിലും 5,500 കിലോ ആയുധങ്ങൾ പുറത്തും വഹിക്കാനാകും. കൂടാതെ 6,500 കിലോ ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷിയുമുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.